ഓം നമോ നാരായണായ. ശുക്രന്റെയും ബുധന്റെയും അനുഗ്രഹം കൊണ്ട് 3 രാശിക്ക് രാജയോഗം വന്നെത്തിക്കഴിഞ്ഞു. സെപ്റ്റംബറിൽ ഭദ്ര, മാളവ്യ രാജയോഗങ്ങൾ ഒന്നിച്ച് വരുന്നു. വേദജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട രാജയോഗം പഞ്ചമഹാപുരുഷ രാജയോഗം എന്നാണ് അറിയപ്പെടുന്നത്. വളരെ മംഗളകരമായ ശുഭഫലദായകമായ രാജയോഗങ്ങളാണ് ഇവ. ഈ രാജയോഗം ജാതകത്തിൽ ഉണ്ടെങ്കിൽ അവർ സമ്പന്നരായിരിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അതോടൊപ്പം ഇവർക്ക് ജീവിതത്തിൽ ഭൗതികസുഖങ്ങളും ഉണ്ടാകും. സെപ്റ്റംബർ മാസത്തിൽ മാളവ്യ രാജയോഗവും ഭദ്ര രാജയോഗവും സൃഷ്ടിക്കപ്പെടാൻ പോകുകയാണ്. ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റത്തിലൂടെയാണ് ഈ രാജയോഗങ്ങൾ രൂപപ്പെടുന്നത്. ഈ 2 രാജയോഗങ്ങളുടെ ഫലമായി ചില രാശികൾക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. ഇവർക്ക് ഉദ്യോഗജീവിതത്തിൽ പ്രമോഷനും ബിസിനസ്സിൽ വന്നേറ്റങ്ങളും ഉണ്ടാകും. ഈ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മകരം ആണ് ആദ്യത്തെ രാശി. മകരം രാശിയിൽ ജനിച്ച ആളുകൾക്ക് മാളവ്യ രാജയോഗത്തിന്റെയും ഭദ്ര രാജയോഗത്തിന്റെയും നേട്ടങ്ങൾ ലഭിക്കും. ശുക്രൻ ഈ രാശിയുടെ 10ാമത്തെ ഭാവത്തിലും ബുധൻ 9ാമത്തെ ഭാവത്തിലുമാണ് സംക്രമണം നടത്തുന്നത്. അതിനാൽ ഈ കാലയളവിൽ ജോലിയിലും ബിസിനസ്സിലും മകരം രാശിക്കാർക്ക് തിളങ്ങാനുള്ള അവസരങ്ങൾ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. വേറെ സ്ഥലത്ത് നിന്നും മികച്ച ഓഫറുകൾ ലഭിക്കും. ജോലിയിൽ ഏറെക്കാലമായി മാറ്റിവെച്ചിരുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കും. കൂടാതെ ഈ സമയത്ത് ബിസിനസ്സിൽ നിന്നും വലിയ ലാഭങ്ങൾ ഉണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും യാത്രകൾ നടത്തും. അടുത്ത കർക്കടകം രാശി ഭദ്ര രാജയോഗത്തിന്റെയും മാളവ്യ രാജയോഗത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു രാശി കർക്കടകമാണ്. കർക്കടകം രാശിക്കരുടെ 3ാം ഭാവത്തിൽ ബുധനും 4ാം ഭാവത്തിൽ ശുക്രനും സംക്രമണം ചെയ്യുന്നു. അതിനാൽ ഈ സമയത്ത് ഈ രാശിക്കാർക്ക് ഭൗതികസുഖങ്ങൾ പ്രാപ്തമാകും. ഇവർക്ക് സാഹസികതയും എന്തും ചെയ്യാനുള്ള തന്റേടവും വർദ്ധിക്കും. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടും. കരിയറിൽ നിരവധി മികച്ച അവസരങ്ങൾ ലഭിക്കും. വാഹനമോ പ്രോപ്പർട്ടിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും. കുടുംബജീവിതം സംതൃപ്തമായി തുടരും. മിഥുനം ആണ് അടുത്ത രാശി. മിഥുനം രാശിയിൽ ജനിച്ച ആളുകൾക്കും ഭദ്ര രാജയോഗവും മാളവ്യ രാജയോഗവും അപൂർവ സൗഭാഗ്യങ്ങൾ നൽകും. കാരണം ബുധൻ ഈ രാശിയുടെ 4ാമത്തെ ഭാവത്തിലും ശുക്രൻ 5ാമത്തെ ഭാവത്തിലുമാണ് സംക്രമണം നടത്തുന്നത്. ഈ കാലയളവിൽ മിഥുനം രാശിക്കാർക്ക് ഭൗതികസുഖങ്ങൾ അനുഭവപ്പെടും. വാഹനമോ പ്രോപ്പർട്ടിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരും. ധനം കൈവരുന്നതിനുള്ള പുതിയ ശ്രേയാതസ്സുകൾ മുമ്പിൽ തെളിയും. ബിസിനസ്സിൽ വിജയമുണ്ടാകും. കുടുംബജീവിതത്തിലും സ്വസ്ഥതയുണ്ടാകും. വാഹനമോ മറ്റെന്തിലും സ്വത്തുക്കളോ കൈവശം വന്നുചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കും. പ്രേമകാര്യങ്ങളിൽ പുരോഗതിയുണ്ടാകും.